ബ്രണ്ടൻ മക്കല്ലത്തിന്റെ അമാനുഷിക ഇന്നിംഗ്സ് കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു ചിന്നസ്വാമിയിലെ ഗാലറി. ഏകദിനത്തിൽ പോലും ഒരു വിന്നിംഗ് സ്കോറായി 223 റൺസ് ചേസ് ചെയ്യാൻ ബാംഗ്ലൂർ ഇറങ്ങുകയാണ്. രണ്ടാം ഓവർ താണ്ടാനാകാതെ വൻമതിൽ തകർന്നു. ഡഗൌട്ടിൽ നിന്ന് BDMന്റെ ബാറ്റുമേന്തി ഒരു 5-ാം നമ്പർ ജേഴ്സിക്കാരൻ നടന്നു വരികയാണ്. ഇന്ത്യക്ക് അണ്ടർ-19 ലോകകപ്പ് നേടിക്കൊടുത്ത നായകൻ എന്നത് മാത്രമായിരുന്നു അവന്റെ വിലാസം. തന്റെ കളിക്കൂട്ടുകാരൻ ഇഷാന്ത് ശർമ്മയാണ് ബോളർ. അവന്റെ മുഖത്ത് സമ്മർദ്ദം വരച്ചിട്ടിരുന്നു. മണിക്കൂറിൽ 140 കിലോമീറ്ററിലധികം വേഗതയിലെത്തിയ പന്തിന്റെ ലെങ്ത് പോലും പിക്ക് ചെയ്യുന്നതിൽ അവന് പിഴച്ചു. ഒടുവിൽ ഡിൻഡയുടെ പന്തിൽ ഓഫ് സ്റ്റംപ് തെറിച്ച് പുറത്താകുമ്പോൾ പേരിന് നേർക്ക് 1 റൺസ് മാത്രം. നേരിട്ടത് 5 പന്തുകളും. ആ പന്തിന് ശേഷം 1 ദശാബ്ദവും 7 വർഷവും പിന്നിട്ടിരിക്കുന്നു. IPL-ൽ 18-ാം സീസണിൽ ആദ്യമായി നാണയം വാനിലേക്ക് ഉയരുമ്പോൾ കളത്തിൽ അവനുണ്ടാകും, 18-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ്. ഇന്നവൻ അന്നത്തെ 19-കാരനല്ല. അവന്റെ മുഖത്ത് സമ്മർദ്ദമില്ല. പലകുറി വിഷം കീഴടക്കിയവനാണ്. ലോക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളിലൊന്ന്. IPL-ൽ അവന്റെ മാസ്മരികത കാണാത്ത മൈതാനങ്ങളില്ല. നാൾ വഴികളിൽ ആരാധകർ അവനൊരു പട്ടം ചാർത്തിക്കൊണ്ടു. കിങ് കോഹ്ലി. പതിനേഴ് വിരാട് കോഹ്ലി വർഷങ്ങൾക്കായിരുന്നു IPL പിന്നീട് സാക്ഷ്യം വഹിച്ചത്. 2008-ൽ IPL-ൽ അരങ്ങേറിയെങ്കിലും കോഹ്ലി എന്ന ബാറ്റർ യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്യപ്പെട്ടത് 2011-ലായിരുന്നു. RCB 2-ാം തവണ ഫൈനലിലെത്തിയ വർഷം. 557 റൺസായിരുന്നു കോഹ്ലി അന്ന് നേടിയത്. 22 വയസ്സ് മാത്രം പ്രായം. ഫൈനലിൽ ചെന്നൈക്ക് മുന്നിൽ കിരീടമോഹങ്ങൾ ഉപേക്ഷിക്കുമ്പോഴും ബാറ്റിംഗ് നിരയിലെ മുതിർന്നവർ വീഴുമ്പോഴും കോഹ്ലി പൊരുതി. ദ്രാവിഡിനും കുംബ്ലെയ്ക്കും വിക്ടോറിക്കും കെവിൻ പീറ്റേഴ്സനും സാധിക്കാതെ പോയത് സാധ്യമാക്കാൻ 2013-ൽ കോഹ്ലിയിലേക്ക് നായക സ്ഥാനമെത്തുന്നു. ക്യാപ്റ്റനായ ആദ്യ സീസണിൽ തന്നെയായിരുന്നു കോഹ്ലിയുടെ IPL കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്ന് പിറന്നത്. ഡൽഹിക്കെതിരെ 16-ാം ഓവറിൽ 106-3 എന്ന നിലയിൽ നിന്ന് 183-ലേക്ക് എത്തിച്ച കോഹ്ലിയുടെ ടോപ്പ് ഗിയർ ഇന്നിംഗ്സ്. അന്ന് 43 പന്തിൽ 47 റൺസായിരുന്നു 16-ാം ഓവർ വരെ കോഹ്ലി. പക്ഷേ ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ കോഹ്ലിയുടെ സ്കോർ 58 പന്തിൽ 99 റൺ. എന്നാൽ 2013 സീസൺ ഓർമ്മിക്കപ്പെടുന്നത് കോഹ്ലി എന്ന അഗ്രസീവ് ക്യാപ്റ്റന്റെ പേരിൽ കൂടിയാണ്. ഗംഭീറുമായി മൈതാനത്ത് ഏറ്റുമുട്ടിയത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ്. അത് പോയ സീസണിൽ ആവർത്തിക്കുന്നതിനും ക്രിക്കറ്റ് ലോകം സാക്ഷിയായി. 2016 എന്ന സ്വപ്ന സീസൺ. 4 സെഞ്ചുറികൾ ഉൾപ്പെടെ 973 റൺസ്. AB ഡിവിലിയേഴ്സിനൊപ്പം തീർത്ത ബാറ്റിംഗ് വിരുന്നുകൾ. ഇടംകൈയിൽ 9 സ്റ്റിച്ചുമായി കളത്തിലെത്തി പഞ്ചാബിനെതിരെ 47 പന്തിൽ നേടിയ ശതകം. RCB റൺമല കയറിയപ്പോഴെല്ലാം ഒരു വശത്ത് കോഹ്ലി നിലകൊണ്ടു. ഒരു പതിറ്റാണ്ടോളമായിട്ടും തിരുത്തപ്പെടാത്ത പല നാഴികക്കല്ലും സൃഷ്ടിക്കപ്പെട്ട സീസൺ. കിരീടം കൂടി നേടിയിരുന്നെങ്കിൽ ചെറി ഓൺ ദ കേക്ക് എന്ന പ്രയോഗം എഴുതി ചേർക്കാമായിരുന്നു. 2018-ന് ശേഷം കോഹ്ലിയുടെ ബാറ്റ് ശരാശരി പ്രകടനങ്ങളിലേക്ക് ഒതുങ്ങി. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനങ്ങളുടെ ബാക്കിപത്രം എന്നവണ്ണം IPL-ലും നിരാശ. കോഹ്ലി സൃഷ്ടിച്ച ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു വിനയായതും. മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ വിമർശന ശരങ്ങൾ. മറ്റു ബാറ്റർമാർ 150-ഉം 180-ഉം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയപ്പോൾ കോഹ്ലിയുടേത് 120-നും താഴെ. ചിന്നസ്വാമിയിൽ നിരന്തരം നിരാശയിലേക്ക് വീണ ആരാധകരെ കൈപിടിച്ചുയർത്താനാകാതെ അയാൾ നായകന്റെ കസേരയിൽ നിന്ന് നടന്നകന്നു. He didn't respond to criticism. Instead, he let his bat to do the talking. തന്റെ ബാറ്റിനെ സംശയിച്ചവർക്കുള്ള മറുപടിയായി കോഹ്ലി കാത്തുവെച്ചതായിരുന്നു 2023. 4 സീസണിന്റെ ഇടവേളയ്ക്ക് ശേഷം കോഹ്ലി 500 റൺസിലധികം നേടി, 2 സെഞ്ചുറികൾ. 2016-നേക്കാൾ ഡിസ്ട്രക്റ്റീവ് മോഡിലായിരുന്നു 2024-ൽ. 35-ാം വയസ്സിൽ ഓറഞ്ച് ക്യാപ്പ് നേട്ടം, കൂടുതൽ സെഞ്ചുറി. IPL-ൽ 8000 റൺസ് എന്ന മൈൽ സ്റ്റോൺ കടന്നു, രണ്ടാമനേക്കാൾ ബഹുദൂരം മുന്നിൽ. അങ്ങനെ ചരിത്ര താളുകളിലെല്ലാം തന്റെ പേരെഴുതി ചേർത്ത് 18-ാം സീസണിലേക്ക് ചുവടുവെക്കുകയാണ് കോഹ്ലി. മഹാരഥന്മാർ പടിയിറങ്ങി. ഒപ്പമുണ്ടായിരുന്നവരിൽ ചുരുക്കം മാത്രം. കൂടെ ഓടുന്നതാകട്ടെ പുതുതലമുറയും. ക്രിക്കറ്റ് ലോകത്ത് ഇനി അയാളുടെ കൈ തൊടാത്തത് ഒന്നു മാത്രമേ ഉള്ളൂ. അതൊരു IPL കിരീടമാണ്. RCBയുടെ കുപ്പായത്തിൽ കിരീടമുയർത്തി കരിയർ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കോഹ്ലിക്കാകുമോ? 18-ാം നമ്പർ ജേഴ്സിക്കാരന് 18-ാം സീസൺ കാത്തുവച്ചിരിക്കുന്നത് കാവ്യനീതിയോ? ചിന്നസ്വാമി കാത്തിരിക്കുന്നു ആ നിമിഷത്തിനായി.